സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെല്ലുന്ന മിക്ക സ്ഥലത്തും കരിങ്കൊടി കാണിക്കാറുണ്ട്. ഉണ്ട്. ഞാൻ അവരെയും തൊഴും. പിന്നെ ഗോ ബാക്ക് അത് ഞാൻ പറഞ്ഞു. 4-5 ദിവസമായിട്ട് ഈ കുട്ടികൾ എന്നെ വഴിയിൽ കാണുകയാണ്. ഇത്രയും പ്രായമായൊരു വ്യക്തിയല്ലേ നിങ്ങൾക്കും വീടും കുടുംബവും ഒക്കെ ഇല്ലേ? ഈ മഴയത്ത് ഇങ്ങനെ നടന്നാൽ മതിയോ? ഗോ ബാക്ക് പ്ലീസ് എന്നുള്ള അർത്ഥത്തിൽ ഞാനെടുത്തു. ഗവർണർ എപ്പോഴും മുഖ്യമന്ത്രിയുമായി ശണ്ടയിലായിരിക്കണം എന്നിവിടെ ഒരു സങ്കല്പമുണ്ട്. ഞാൻ ആ സങ്കല്പം പിന്തുടരുന്നൊരു വ്യക്തിയാണ്. ഗുരുവായ കാര്യങ്ങൾ ലഘുവായി പറയാം എന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കീരിയും പാമ്പും കളി നിർത്തി. പകരം ടോം ആൻഡ് ജെറി കളിക്കും. ടോം ആര് ജെറി അത് ചില മാറി കളിച്ചെന്നിരിക്കും. ചിലപ്പം സ്നേക്ക് ആൻഡ് ലാഡറും ഒക്കെ വരും. പക്ഷേ ഏതായാലും വിദ്വേഷ രാഷ്ട്രീയം അല്ല വിദ്വേഷ ഭരണം തൽക്കാലം അവിടെ വേണ്ട എന്ന് ഞാനും എൻ്റെ ബഹുമാന്യായ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊളീഗ് മുഖ്യമന്ത്രിയും ഒരു തീരുമാനമെടുത്തു. 3 തലങ്ങളിലാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഒന്ന്, മമതാ ബാനർജി എന്ന വ്യക്തി വളരെ നല്ലൊരു കലാകാരിയാണ്. ചിത്രരചന നടത്തും, എഴുതും, കവിത എഴുതും, പാടും, നൃത്തം ചെയ്യും, നല്ല ഫോട്ടോഗ്രാഫറാണ്. വളരെ നല്ലൊരു വ്യക്തിബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ട്. വളരെ ഡൗൺ ടു എർത്താണ്. ഒരു സ്ത്രീയുടെ ആന്തരിക ശക്തിയുടെ പ്രതീകമാണുള്ള ഭദ്രകാളി. ആ നിലയിലാണ് പറയുന്നതെങ്കിൽ ആന്തരിക ശക്തിയുള്ള ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. ഈ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടത് 2 തരം ജീവികളുണ്ട്. ഒരു കൂട്ടർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും, മറ്റേ കൂട്ടർ പരിഹാരങ്ങളിൽ പ്രശ്നം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. രണ്ടാമത്തെ കൂട്ടർ എനിക്ക് താല്പര്യമില്ല. ബംഗാളിൽ സാധാരണ പറയുന്നത് നടപ്പില്ല എന്നുള്ളത് ഹോബേന ചൽബോന. ഗവർണറും പറഞ്ഞു തുടങ്ങി ഈ 2 കാര്യം, ഹോബേന ചൽബോന. രാജ്ഭവൻ ഷുഡ് ബി എ നോ കോൺഫ്ലിക്റ്റ് സോൺ. പശ്ചിമ ബംഗാൾ ഗവർണർ ആദരണീയനായ ഡോക്ടർ CV ആനന്ദബോസാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ആനന്ദബോസ് സാർ. നമസ്കാരം. ഇപ്പോൾ സാർ ഇപ്പോൾ ഇക്കഴിഞ്ഞ നവംബറിൽ ബംഗാൾ ഗവർണറായി 1 വർഷം പൂർത്തിയാക്കി. എങ്ങനെയുണ്ട് ബംഗാൾ അനുഭവം? ബംഗാളി ഭാഷയൊക്കെ പഠിച്ചോ? വളരെ നല്ല അനുഭവമാണ് ബംഗാളിൽ ഉണ്ടായത്. രാഷ്ട്രീയമായി പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ. ഭരണപരമായും പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തു പോകാൻ സാധിച്ചു എന്നൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ബംഗാൾ ഭാഷ പഠിക്കാൻ ശ്രമിച്ചു. അതൊരു വലിയ ചടങ്ങായിട്ടായിരുന്നു നടത്തിയിരുന്നല്ലോ അന്ന്. എഴുത്തിനെ കൊണ്ട്. അതെ, നമ്മുടെ എഴുത്തിനെഴുത്ത് പോലെ അവിടെ ആത്തേക്കോടി എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് എഴുതിക്കുക. അതിൽ 8 വയസ്സുകാരി പെൺകുട്ടിയാണ് എനിക്ക് എഴുത്തിനിരുത്തിയത്. പക്ഷേ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മറ്റുള്ള പ്രഗത്ഭരുമൊക്കെ സദസ്സിലുണ്ടായിരുന്നു. നിങ്ങൾ എഴുത്തിനിരുത്തിയത് 8 വയസ്സുകാരി ഒരു പെൺകുട്ടിയാണ്. പഠിച്ചെടുത്തോ ഭാഷ? ഇപ്പോൾ 5 പ്രസംഗങ്ങൾ ടെലിവിഷനിൽ ചെയ്തു ബംഗാളിൽ. ഇപ്രാവശ്യം റിപ്പബ്ലിക് ഡേ മെസ്സേജ് കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷിലാണ് കൊടുത്തത്. ഇപ്രാവശ്യം പൂർണ്ണമായും ബംഗാളിൽ തന്നെയാണ് കൊടുത്തത്. ഇപ്പം ഈ ബംഗാൾ ഗവർണറായിട്ട് നിയമിതനാകുന്ന വേളയിൽ പലരും പറയുന്നുണ്ടായിരുന്നു സാറിന് കണ്ടകശനിയാണ്, അവിടെ ഒരു ഭദ്രകാളിയാണ് ഭരിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകളുണ്ട്. എന്താണ് അനുഭവം? അത് ഒരു ഗുരുവായ കാര്യങ്ങൾ ലഘുവായി പറയാം എന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കീരിയും പാമ്പും കളി നിർത്തി. പകരം ടോം ആൻഡ് ജെറി കളിക്കും. ടോം ആര് ജെറി അത് ചില മാറി കളിച്ചെന്നിരിക്കും. ചിലപ്പം സ്നേക്ക് ആൻഡ് ലാഡറും ഒക്കെ വരും. പക്ഷേ ഏതായാലും വിദ്വേഷ രാഷ്ട്രീയം അല്ല വിദ്വേഷ ഭരണം തൽക്കാലം അവിടെ വേണ്ട എന്ന് ഞാനും എൻ്റെ ബഹുമാന്യായ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊളീഗ് മുഖ്യമന്ത്രിയും ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം പയറ്റാറില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. മുഖ്യമന്ത്രി വളരെ കാര്യങ്ങളിലെല്ലാം വളരെ നല്ല സഹകരണമാണ്. എന്താണ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ എന്താണ്? 3 തലങ്ങളിലാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഒന്ന്, മമതാ ബാനർജി എന്ന വ്യക്തി വളരെ നല്ലൊരു കലാകാരിയാണ്. ചിത്രരചന നടത്തും, എഴുതും, കവിത എഴുതും, പാടും, നൃത്തം ചെയ്യും, നല്ല ഫോട്ടോഗ്രാഫറാണ്. വളരെ നല്ലൊരു വ്യക്തിബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ട്. വളരെ ഡൗൺ ടു എർത്താണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചിലപ്പോൾ ചില
അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭരണത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുപോലും മുത്തശ്ശിമാർ പറയുന്ന പോലെ ചട്ടിയും കലവും തട്ടിയും മുട്ടിയൊരിക്കും ആ ലെവലിലേക്ക് ഞങ്ങൾ എത്തിക്കാറുള്ളൂ. ഒരു ശത്രുത വളർത്താറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറില്ല. ഇതായാലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വാക്കാലുണ്ടായതല്ല. ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ തോന്നി അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം വേണ്ട. പിന്നെ പ്രൊഫഷണൽ രംഗത്ത് അവനവൻ്റെ ജോലി ചെയ്യാം. ഒരിക്കലും ഞങ്ങൾ തന്നെ തീരുമാനിച്ചു, ലെറ്റ് us agree to disagree. എല്ലാ കാര്യങ്ങളിലും ഒരു തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടും നോമിനേറ്റ് ചെയ്തു വരുന്ന ഗവർണറുടെ കാഴ്ചപ്പാടും ഒന്നാവണം എന്നില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ കമ്പൾഷൻസ് കാണും. ഗവർണർക്ക് ഭരണഘടനാപരമായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്, നിയമപരമായോ ഒന്ന് നോക്കിയാൽ മതി. പക്ഷേ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ചില ആശയ സംഘടനകൾ എന്ന് ഞാൻ പറയുന്നില്ല, വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കേണ്ടി വരും. അത് നടക്കുന്നുണ്ട്. പക്ഷേ ചിലർ ആരോപിച്ചതുപോലെ ഭദ്രകാളിയൊന്നും അല്ല മമത. അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല അർത്ഥത്തിൽ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആന്തരിക ശക്തി, ഒരു സ്ത്രീയുടെ ആന്തരിക ശക്തിയുടെ പ്രതീകമാണല്ലോ ഭദ്രകാളി. ആ നിലയിലാണ് പറയുന്നതെങ്കിൽ ആന്തരിക ശക്തിയുള്ള ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. പിന്നെ മമതാ ബാനർജി എന്ന രാഷ്ട്രീയക്കാരി, ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാനിതിൽ ഇടപെടാറില്ല, എനിക്ക് രാഷ്ട്രീയം പറയാനുള്ള യോഗ്യതയുമില്ല. അത് വേറൊരു കാര്യമാണ്. വ്യക്തി എന്ന നിലയിൽ മമതാ ബാനർജി ഞാനും തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു വർക്കിംഗ് റിലേഷൻസ് എപ്പോഴും ഉണ്ട്. രാഷ്ട്രീയക്കാരിയായ മമതാ ബാനർജിയെ ഞാൻ കൈകാര്യം ചെയ്യാറില്ല. എൻ്റെ പോർട്ട്ഫോളിയോ അല്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വയലൻസ് ഒക്കെ ഉണ്ടായപ്പം അങ്ങ് നേരിട്ട് ഇടപെട്ടതായിട്ടൊക്കെ വാർത്തകൾ വായിച്ചിരുന്നു. അത് ചെയ്തു. കാരണം ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞേറുന്നൊരു കാര്യമാണ്. ഞാനൊരു ജില്ലാ കളക്ടറായിരുന്നപ്പോഴും അതിനുമുമ്പ് സബ് കളക്ടറായിരുന്നപ്പോഴും ഈ ഗ്രാമോത്സവം വയലിൽ നിന്ന് വയലിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സന്തോഷമുള്ള അത് ഞാൻ ചെയ്യും. പാവപ്പെട്ടവർക്കടക്കം പറ്റുന്ന പാർപ്പിട നിർമ്മാണ രീതി കേരളത്തിൽ പരീക്ഷിച്ചത് ഇപ്പോഴെനിക്ക് ജനങ്ങളെ കാണുന്ന എനിക്കൊരു ഹരമാണ്. സാധാരണ ജനങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതെനിക്ക് സന്തോഷമുണ്ട്. ഈ ഇലക്ഷൻ്റെ മുൻപ് അക്രമം അവിടെ ധാരാളം ഉണ്ടാവാറുണ്ട്. വെടിവെപ്പ്, കൊലപാതകം, ഭീഷണി എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നേരിട്ട് ഫീൽഡിൽ ചെല്ലുമായിരുന്നു. രാവിലെ 6 മണിക്ക് എൻ്റെ മോട്ടോർക്കേഡ് വഴിയിലിറങ്ങും. നാട്ടുകാരും പത്രക്കാരും മൊബൈൽ രാജ്ഭവൻ എന്നാണ് വിളിച്ചത്. ശരി. ആ മൊബൈൽ രാജ്ഭവൻ പോകുന്നു, ആർക്ക് വേണമെങ്കിലും കൈ കാണിച്ച് നിർത്താം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിർത്തും, അതിന് പരിഹാരം ഉണ്ടാക്കും. ചില സ്ഥലങ്ങളിൽ കാറ് നിർത്തി ചിലർ പറഞ്ഞു, സാർ 1/2 മണിക്കൂർ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ 3 കിലോമീറ്റർ മാറിയാൽ അവിടെ അക്രമം നടക്കുന്നു, ബോംബുമായി ആൾക്കാർ നിൽക്കുന്നു. ആദ്യ ഓർത്തു ഇതൊക്കെ ഒരു വെറുതെ പറയുന്നതാണ്. പക്ഷേ ചെന്നപ്പോൾ അങ്ങനെ കണ്ടു. മോട്ടോർക്കേഡ് കാണുമ്പം ഇവരോടുന്നു. അപ്പോൾ അതുപോലെ ഞാൻ അക്രമം നടക്കുന്ന സ്ഥലത്ത് ചെല്ലും, അക്രമത്തിന് ഇരയായവരുടെ വീട്ടിൽ ചെല്ലും, അവരെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അടിയന്തരമായ സാമ്പത്തിക സഹായം ചെയ്യണമെങ്കിൽ അത് ചെയ്യും. ചിലർ ഭീഷണിക്ക് വശംവദനായവർ വിളിച്ചു പറയുമ്പോൾ അവർ നേരെ രാജ്ഭവനിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അക്രമം ഉണ്ടാകുന്ന സ്ഥലത്ത് നേരിട്ടെത്തുന്നു എന്നതുകൊണ്ട് ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ട് എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ടായി. പക്ഷേ അത് വേണേൽ ഗവർണർ ഭരണത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്ന് വ്യാഖ്യാനിച്ചുകൂടെ? അങ്ങനെ പല വിമർശനങ്ങളുണ്ടായി, രാഷ്ട്രീയമായിട്ട് വിമർശനങ്ങളുണ്ടായി. പാരലൽ ഗവൺമെൻറ് വരുന്നു, സമാന്തര ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് ഞാൻ മറുപടി പറയാറില്ല. അത് എത്രത്തോളം വിമർശിക്കുന്നോ അത്രത്തോളം അക്കാര്യം വീണ്ടും ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ശൈലി. ആരെയും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കാറില്ല, പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ഈ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടത് 2 തരം ജീവികളുണ്ട്. ഒരു കൂട്ടർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും, മറ്റേ കൂട്ടർ പരിഹാരങ്ങളിൽ പ്രശ്നം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. രണ്ടാമത്തെ കൂട്ടർ എനിക്ക് താല്പര്യമില്ല. ഞാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, ജനങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് തന്നെ മുമ്പോട്ട് പോകുന്നു. ഈ പൊതുവെ ഈ ഗവർണറും സംസ്ഥാനം ഭരിക്കുന്ന അല്ല ഇലക്റ്റഡ് ഗവൺമെൻറ് ആണല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് ഭരിക്കുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് എത്രമാത്രം നല്ലതാണ്? ഇങ്ങനെ ശരിയാണോ അത്? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യം അന്നേരം ഹനിക്കപ്പെട്ടിട്ടില്ലേ? പൊതുവെ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റും 2 രീതിയിൽ ചലിക്കണം എന്നില്ല.
ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം. എങ്കിലും ഭരണഘടന അനുസരിച്ച് ഭരിക്കാൻ ശ്രമിച്ചാൽ, രണ്ടു കൂട്ടരും പരസ്പരം വിശ്വസിച്ചാൽ വലിയ സംഘടനകളോ സംഘർഷങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം എനിക്ക് കാട്ടിത്തന്നത്. ഇപ്പോൾ പൊതുവേ ഈ കേന്ദ്രത്തിൻ്റെ ആജ്ഞാനുവർത്തികളെ പോലെ ഗവർണർമാർ പെരുമാറുന്നു എന്നുള്ള വലിയ ആക്ഷേപം പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ബംഗാൾ അതിനൊരു ബംഗാൾ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. സാറിന് എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ആക്ഷേപം ഒരാക്ഷേപമാണ്, യാഥാർത്ഥ്യം ആയിരിക്കണമെന്നില്ല. ശരിക്കും ഗവർണർ കേന്ദ്രത്തിൻ്റെ ആജ്ഞാനുവർത്തിയാണോ? കേന്ദ്രത്തിൻ്റെ നയപരിപാടികൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നൊരു ചുമതല ഒരു ഗവർണർക്കുണ്ട്. ഗവർണർ ഭരിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട ചുമതല ഗവർണർക്കാണ്. ഗവർണർക്ക് ജനങ്ങളുടെ കാര്യത്തിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. ഒരു ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒന്നാം ഭാഗം ഭരണഘടന ഉയർത്തിപ്പിടിക്കും എന്നാണ്. രണ്ടാം ഭാഗം ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രോ ആക്റ്റീവ് ഗവർണർ ആണ് ഭരണഘടന അനുശാസിക്കുന്നത്. അങ്ങനെ തന്നെ ഗവർണർമാർ പോകണം. അതൊരു കോൺഫ്ലിക്റ്റായിട്ട് കാണുന്നത് തെറ്റാണ്. അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായിട്ട് ഒരു വഴക്കിലേക്ക് പോകാതെ മാനേജ് ചെയ്യുന്നതും ഒരു മിടുക്കല്ലേ? ഫെഡറൽ സ്ട്രക്ചർ, ഇന്ത്യയിൽ ഫെഡറലിസമാണല്ലോ ഉള്ളത്. അതെ. ആ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു മാരിവിൽ പാലമായിട്ട് വർത്തിക്കേണ്ടതാണ് ഗവർണർ. ആ നിലയിൽ വർത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് വിജയിക്കുന്നു എന്നാണ് എൻ്റെ എളിയ അനുഭവം. ഇപ്പോൾ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരവിടെ വന്നപ്പം അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടായി. അന്നേരം അങ്ങ് വളരെ സീരിയസ് ആയിട്ട് ആ വിഷയത്തെ നേരിടുകയും ഒരാളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത കാര്യങ്ങളും ഉണ്ടായി. അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുന്നത് ശരിയല്ല. വിശേഷിച്ചും ഗുണ്ടായുസത്തിലൂടെ, മസിൽ പവറിലൂടെ ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാനത്തിന് നിയമവാഴ്ചയെ തച്ചുടയ്ക്കാൻ ആര് ശ്രമിച്ചാലും അത് തെറ്റാണ്. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് അതിൽ ഇടപെടേണ്ട ചുമതല എനിക്കുണ്ട്. ആ ചുമതല നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും പ്രത്യേക വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം എന്നുകൊണ്ടല്ല. പക്ഷേ ആ വ്യക്തി നിയമലംഘനത്തിന് മുൻപന്തിയിൽ നിന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അത് പർസ്യൂ ചെയ്തു. ഇ ഡി ഉദ്യോഗസ്ഥന്മാരെന്നെ വന്ന് കണ്ടു. ഡൽഹിയിൽ നിന്നുള്ള മേലുദ്യോഗസ്ഥന്മാർ വന്ന് കണ്ടു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് നിങ്ങളെ തടഞ്ഞു എന്നതുകൊണ്ട് മനസ്സിടിയരുത്. 3, 4, 5 സ്ഥലത്ത് നിങ്ങൾ ഉടൻ റെയ്ഡ് നടത്തുക. ന്യായമായതെങ്കിൽ അതവർ ചെയ്തു. ഈ തടഞ്ഞ സ്ഥലത്ത് തന്നെ അതിൻ്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് നിയമവാഴ്ച ഉറപ്പുവരുത്തി. ആക്രമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണാൻ ഞാൻ ആശുപത്രിയിൽ പോയി സജീവമായ രംഗത്ത് നിന്നു. അതെൻ്റെ കടമയാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ തന്നെയാണ് പൊതുസമൂഹം അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഈ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഒപ്പിടുന്നതിൽ ഗവർണർമാർ പലയിടത്തും വിമുഖത കാണിക്കുന്ന വലിയ വാഗ്വാദത്തിനും പോരിനുമൊക്കെ ഇടയാക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ശരിക്കും പീപ്പിൾസ് മാൻഡേറ്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് ഗവൺമെൻറ്റിനല്ലേ? ഇതേ ചോദ്യം എൻ്റെ അടുത്ത് അവിടുത്തെ പത്രപ്രവർത്തകർ ചോദിച്ചു. ഞാൻ കൊടുത്ത ഉത്തരം, ഐ വിൽ സപ്പോർട്ട് വാട്ട് ഗവൺമെൻറ് ഡസ്, നോട്ട് വാട്ട് എവർ ഇറ്റ് ഡസ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ മന്ത്രിസഭ അല്ലെങ്കിൽ അസംബ്ലി ഒരു തീരുമാനമെടുത്താൽ, അസംബ്ലി പാസ്സാക്കിയൊരു ബില്ല് ഗവർണറുടെ മുമ്പിൽ വന്നാൽ അത് പരിശോധിച്ച് അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി, ഭരണഘടനയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി തിരിച്ചയക്കാനുള്ള ചുമതലയും ഗവർണർക്കുണ്ട്. ഈ തിരിച്ചയക്കുന്നതിന് മുമ്പ് അതിൻ്റെ വിശദീകരണം തേടാം. ആ വിശദീകരണം ഞാൻ എല്ലാ ഫയലിലും തേടാറുണ്ട്. അടിസ്ഥാനപരമായി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയും. രണ്ട് വശങ്ങളും കേട്ടതിന് ശേഷം ഒരു ഓർഡർ എഴുതാൻ സ്പീക്കിംഗ് ഓർഡർ. അതെൻ്റെ ഒരു പരിശീലനം. ഞാൻ സ്പീക്കിംഗ് ഓർഡർ എഴുതാറുള്ളൂ. രണ്ട് വശങ്ങളും പരിശോധിക്കും. അതിനോട് ഗവൺമെൻറ് സഹകരിച്ചാൽ പെട്ടെന്ന് ബില്ല് ഒപ്പിട്ട് കൊടുക്കും. സഹകരിച്ചില്ലെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. ദീർഘകാലം ബില്ല് വെച്ച് വൈകിപ്പിക്കുന്ന അത് വെച്ച് വൈകിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പം ഇതേ ആരോപണം അവിടെയുണ്ട്. 22 ബില്ല് അയച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് സാധാരണ ഞങ്ങൾ പത്രക്കുറിപ്പ് കൊടുക്കാറില്ല, അപൂർവമായിട്ട് കൊടുക്കാറുള്ളൂ. ഇതിൽ പത്രക്കുറിപ്പ് കൊടുത്ത് പറഞ്ഞു 22 ബില്ലുകളിൽ 22 ഗവൺമെൻറ്റിലേക്ക് തിരിച്ചയച്ചു. ഗവൺമെൻറ്റിലേക്കാണ്, അസംബ്ലിക്കല്ല. ചില വസ്തുതകൾ വിശദീകരണം ആവശ്യപ്പെട്ട് ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചുകൊണ്ട് കൊടുത്താണ്. ആ ക്ലാരിഫിക്കേഷൻ തന്നാൽ ഉടൻ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അല്ലാതെ മനഃപൂർവ്വം വെച്ച് താമസിക്കുന്ന ഒരു ശൈലി ബംഗാളിലില്ല. ഈ ഗവർണർമാർക്ക് കോഡ് ഓഫ് കോണ്ടക്റ്റും പ്രോട്ടോക്കോളും ഉണ്ടല്ലോ. അന്നേരം അതിൽ ഈ റോഡരികിലൊക്കെ ഇറങ്ങിയിരുന്ന് പ്രതിഷേധിക്കുന്നത് അതിൽ പെടുവോ? ഗവർണർ
അങ്ങനെ പ്രതിഷേധിക്കേണ്ടി വന്നാൽ അതിനർത്ഥം ദർ ഈസ് സംതിങ് റോട്ടർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞ് നാറുന്നു. അതിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഗവർണറുടെ ഡിഗ്നിറ്റി ഓഫ് ദ ഓഫീസ് അത് സംരക്ഷിക്കേണ്ട ചുമതല എല്ലാവർക്കും ഉണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. ബംഗാളിൽ അങ്ങേക്ക് ഇതുപോലുള്ള ഈ അങ്ങേക്കെതിരെ പ്രകടനമോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചെല്ലുന്ന മിക്ക സ്ഥലത്തും കരിങ്കൊടി കാണിക്കാറുണ്ട്. ഉണ്ട്. ഞാൻ അവരെയും തൊഴും. പിന്നെ ഗോ ബാക്ക് അത് ഞാൻ പറഞ്ഞു. 4-5 ദിവസമായിട്ട് ഈ കുട്ടികൾ എന്നെ വഴിയിൽ കാണുകയാണ്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്തൊക്കെ ഞാൻ കയറുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഞാൻ കണ്ടത് ഇത്രയും പ്രായമായൊരു വ്യക്തിയല്ലേ നിങ്ങൾക്കും വീടും കുടുംബമൊക്കെ ഇല്ലേ, ഈ മഴയത്ത് ഇങ്ങനെ നടന്നാൽ മതിയോ, ഗോ ബാക്ക് പ്ലീസ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എടുത്തത്. നല്ല കുട്ടികൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കാം അല്ലേ? അതെ, അങ്ങനെ അതിനെ എടുക്കാം. ഞാൻ എങ്ങനെ എടുക്കാറുള്ളൂ. അല്ല, പോലീസിനെ വിളിച്ച് ഫയർ ചെയ്യാറില്ല. ഈ ഓരോ സ്ഥലത്ത് ഓരോ സാഹചര്യമാണ്. ആ സാഹചര്യം അനുസരിച്ച് വേണം പ്രതികരിക്കാൻ. ബംഗാളിൽ ഇങ്ങനെയാണ് സാഹചര്യം എന്നുള്ളത് പഞ്ചാബിൽ ഇങ്ങനെ ആവണം എന്നില്ല. അത് ഓരോ സ്ഥലത്തെയും സാഹചര്യം അനുസരിച്ച് അതത് ഗവർണർമാർ അവർക്ക് യുക്തം എന്ന് തോന്നുന്ന നിലപാടുകൾ സ്വീകരിക്കും. കേരളത്തിലും അങ്ങനെ ആവണമെന്നില്ല. കേരളത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പം തന്നെ ബംഗാളിൻ്റെ കാര്യം പറയുമ്പോൾ ബംഗാളിൽ വയലൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടോ? ബംഗാളിൽ വയലൻസ് കൂടുതലാണ്. അതേതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതല്ല, ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാക്കിയതുമല്ല. അത് ബംഗാളിൽ ഒരു നടപടിയാണ്. വയലൻസ് ഉണ്ട്. ചില ഗുണ്ടാ തലവന്മാരാണ് ചില പ്രദേശങ്ങൾ ഭരിക്കുന്നത്. അവർ തീരുമാനിക്കും. അതായത് മെനു ഡ്രിവൺ വയലൻസ്, കൊലപാതകത്തിന് ഇത്ര തുക, കൈ വെട്ടിക്കോടിക്കുന്ന ഇത്ര തുക, കല്ലെറിയുന്ന ഇത്ര തുക, ബോംബ്, ഇങ്ങനെ മെനു കൊടുത്തിരിക്കുകയാണ്. അത് ചിലർക്ക് പക്ഷേ ഭരിക്കുന്ന ഗവൺമെൻറ് അല്ല ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാലും വയലൻസ്, അക്രമം തടയേണ്ട ചുമതല ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് മാത്രമല്ല, ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും പൊതുസമൂഹങ്ങൾക്കും ഒന്നിനും പ്രതികരിക്കാതെ സൈലൻറ്റ് മെജോറിറ്റി അവർക്കെല്ലാം ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ അക്രമത്തെ തടയാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു ഈ കാലാകാലങ്ങളിലായി ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയിലേക്ക് ഈ ഗുണ്ടകൾ അങ്ങോട്ട് ചേക്കേറുകയാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഭരിച്ചവരുടെ പാർട്ടിയുടെ ആയിരുന്ന ഗുണ്ടകൾ പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗമായി മാറുന്നു. അങ്ങനെ ഒരു പ്രവണത ഉണ്ടെന്ന് തോന്നുന്നു. അതൊരു സങ്കീർണമായ പ്രക്രിയയാണ്. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ അക്രമികളെ പലരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ക്ഷണികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് കൂടുതലും ഇലക്ഷൻ്റെ സമയത്താണ് വരുന്നത്. അതിനെതിരെ ശക്തമായി ഉള്ള നടപടി എടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഞാൻ ഗവൺമെൻറ്റിനോട് സഹകരിക്കുമ്പോൾ ഒപ്പം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, 2 കാര്യങ്ങൾ ബംഗാളിനെ ഗ്രസിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 വയലൻസ്, 2 കറപ്ഷൻ. ഇതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലഡുബോ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യും. ഈ 2 കാര്യങ്ങൾ ബംഗാളിൽ സാധാരണ പറയുന്നത് നടപ്പില്ല എന്നുള്ളത്. ഹോബേന ചൽബോന. ഗവർണറും പറഞ്ഞു തുടങ്ങി ഈ 2 കാര്യം, ഹോബേന ചൽബോന. കറപ്ഷൻ അത്രമാത്രം ഉണ്ട്. കറപ്ഷൻ വളരെ വ്യാപകമായിട്ടുണ്ട്. ഒരു കാലത്തും ഒരിടത്തും സംഭവിക്കാൻ പാടില്ലാത്ത വിദ്യാഭ്യാസ മേഖലയിൽ അത് അഴിമതി കൊടികുത്തി വാഴുകയാണ്. ഒരാളെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്. ബംഗാളിൽ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ ഭരണത്തിലിരിക്കുന്നവർക്കും പങ്ക് കാണില്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ ഗവർണറായി ചാർജ് എടുത്തതിന് ശേഷം ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയെ, ജയിലിൽ കിടക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി, പ്രോസിക്യൂഷൻ സാങ്ഷൻ ചെയ്യേണ്ടി വന്നു. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നത്. ഒരു മന്ത്രിക്കെതിരായിട്ട്, പ്രത്യേകിച്ചും അദ്ദേഹം വളരെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹം ജയിലിലായത് കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിലാണ്. വീണ്ടും മന്ത്രിമാരുൾപ്പെടെ കൈക്കൂലി കേസിൽ കുടുങ്ങുന്നു. ഞാൻ ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയല്ല. വിദ്യാഭ്യാസ രംഗം അഴിമതി വിമുക്തമായിരിക്കണം. വിദ്യാർത്ഥികളുടെ ഭാവി ഇട്ട പന്താടരുത്. അതിനെതിരെ ശക്തമായ നിലപാട് ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയപരമായ വയലൻസ് അത് തച്ചുടച്ചേ മതിയാവും. ഒരു കാലത്തും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ശക്തമായ നടപടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പോൾ ബംഗാളിൻ്റെ വികസനം, ബംഗാളിപ്പം നമ്മൾ കൊൽക്കത്തയിൽ ചെന്ന് കഴിഞ്ഞാലും പഴയ ട്രാം ഇങ്ങനെ ആൾക്കാരുടെ നടുവിലൂടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു മുഖം, ആ ഒരു വികസനത്തിൽ ബംഗാൾ പ്രത്യേകിച്ച് വളരെ പിന്നിലായിപ്പോയില്ലേ? ബംഗാളിൽ വികസനമില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. പക്ഷേ ബംഗാളിൽ
സമഗ്രമായ വികസനത്തിന് കൂടുതൽ സാധ്യതകളുണ്ട്. ഉണ്ട്. അതിൽ ഊന്നൽ നൽകേണ്ടത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ചുമതലയാണ്. ഈ ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബംഗാൾ ഭരിച്ച ഗവൺമെൻറ്റുകളെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ബംഗാൾ മനോഹര ബംഗാളായി മാറാം, സോനാർ ബാംഗ്ല എന്ന് ഗുരുദേവൻ പറഞ്ഞു. ആ നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘടിതമായ ബോധപൂർവമായ ശ്രമങ്ങൾ കാണുന്നില്ല എന്നൊരു ഗവർണർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു. കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലെടുക്കാൻ വരുന്നവർ നല്ലൊരു പങ്കും ബംഗാളികളാണ്. അവർക്കവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു പ്രധാന കാരണം. അതവിടുത്തെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. സ്വന്തം നാട്ടിൽ തൊഴിൽ കിട്ടിയാൽ അന്യനാട്ടിലേക്ക് ആളുകൾ പോകാൻ സാധാരണഗതിയിൽ താല്പര്യപ്പെടില്ല. അതെ, സ്വന്തം നാട്ടിൽ തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു സാമൂഹിക യാഥാർത്ഥ്യമായി മാറി. രാഷ്ട്രീയ ശക്തികൾ അതിനെന്തുകൊണ്ട് പ്രാധാന്യം കൊടുത്തില്ല? ചിലർ പറയും പോലെ ടു കീപ് ദ പുവർ അത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് നല്ലതാണ് എന്ന് കരുതിയ ചിലരൊക്കെയെങ്കിലും അങ്ങനെ പോയതുകൊണ്ടാണ് ബംഗാളിന് ലഭിക്കാവുന്ന നേട്ടം ഉണ്ടാകാതെ പോയത്. പക്ഷേ മാറ്റങ്ങൾ വരാം. ഒരു ട്രാൻസ്ഫോർമേഷണൽ ബംഗാൾ ആണ് ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങ് വന്ന ആദ്യഘട്ടത്തിൽ ഈ ബംഗാൾ മുഖ്യമന്ത്രിയുമായിട്ട് ഭയങ്കര അടുപ്പമായി. അത് അവിടുത്തെ സംസ്ഥാന BJP നേതൃത്വത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ആ സ്ഥിതി മാറിയോ അതോ അത് ശരിയല്ലായിരുന്നോ? അതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഒരു ഗവർണർ എപ്പോഴും മുഖ്യമന്ത്രിയുമായി ശണ്ടയിലായിരിക്കണം എന്നിവിടെ ഒരു സങ്കല്പമുണ്ട്. ഞാൻ ആ സങ്കല്പം പിന്തുടരുന്നൊരു വ്യക്തിയല്ല. അതിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല. ഭരണപരമായി എനിക്ക് ശത്രുക്കളെ ഉണ്ടാക്കാൻ താല്പര്യമില്ല. എനിക്ക് ഈ പരസ്പരം ചെളിവാരിയിരുന്ന രാഷ്ട്രീയം, വിദ്വേഷ രാഷ്ട്രീയം, അത് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് കോഫി, നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഒരു സൗഹൃദ രാഷ്ട്രീയം, അതാണ് വേണ്ടത്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ സൗഹൃദമായി നിൽക്കുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങൾക്ക് വേണ്ടി ജനവികാരം മനസ്സിലാക്കുന്നതിനെ പറ്റൂ. ഗവർണർക്ക് അത് വേണം. പക്ഷേ ഗവർണറുടെ പ്രധാനമായ ഉത്തരവാദിത്വം ഭരണഘടന നടപ്പാക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക. അപ്പോൾ രണ്ട് ധ്രുവങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടു പേർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ പ്രവർത്തന ശൈലി ഉണ്ടാവണം. പക്ഷേ വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി. അതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഭരണപരമായ കാര്യങ്ങളിൽ വിയോജിച്ചാലും വ്യക്തിപരമായി ഒരു സൗഹൃദം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. അടുത്തിരിക്കുമ്പോൾ മുഖത്ത് നോക്കുകയും സംസാരിക്കുകയും ചെയ്യാം, അല്ലേ? എനിക്ക് വ്യക്തിപരമായി അങ്ങനെ പറ്റൂ. എനിക്ക് ആരോടും പകയോ വിദ്വേഷമോ അവനെ തകർക്കണം എന്നുള്ളൊരു ശൈലി എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് അത് ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് ചർച്ചകളിലൂടെ പല കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. തുറന്ന ചർച്ച വേണം, പരസ്പര വിശ്വാസം വേണം, പരസ്പര ബഹുമാനം വേണം. എൻ്റെ അഭിപ്രായത്തിൽ മൈ എസ്റ്റീംഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൊളീഗ് മമതാ ബാനർജി ഹാസ് എ വെരി ഗുഡ് റിലേഷൻസ് വിത്ത് മീ. ഷീ റെസ്പെക്ട്സ് മീ, ഷീ ഹാസ് റിഗാർഡ് ഫോർ മീ, ഐ ഓൾസോ റെസ്പെക്ട് ഹർ, ഐ ഹവ് റിഗാർഡ്സ് ഫോർ ഹർ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി യാതൊരു സംഘടനയും ഇല്ല. ഇപ്പം ജൻ രാജ്ഭവൻ എന്നാണ് ബംഗാളിലെ രാജ്ഭവൻ അറിയപ്പെടുന്നത്. അങ്ങ് വന്ന ശേഷം അത് വളരെ ജനകീയമായി. എന്താണ് അതിൻ്റെയൊക്കെ ഒരു രഹസ്യം? കാരണം രാജ്ഭവൻ്റെ ഉടമകളാരാ? ജനങ്ങളാണ്. ഗവർണർ നിയമിക്കുന്നതാരാ? ഭരണഘടന അല്ലേ? ഈ ഭരണഘടന ഉണ്ടാക്കിയതാരാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഗീവ് ടു അവർസെൽവ്സ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്ക് നൽകുന്നതെന്നാണ്. അപ്പോൾ ഒരു ഗവർണറുടെ ഫസ്റ്റ് ഡ്യൂട്ടി, ഒന്നാമത്തെ കർത്തവ്യം ജനങ്ങളോടാവണം, രണ്ടാമത്തെ കർത്തവ്യം ജനങ്ങളോടാവണം, മൂന്നാമത്തെ കർത്തവ്യം ജനങ്ങളോട് ആവണം. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്ഭവനിൽ താമസിച്ചിട്ട് ജനങ്ങളെ അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് ജനരാജ്ഭവനാക്കി. അതും ഒരു തന്നിഷ്ടം കാണിച്ചതല്ല. ഇന്ത്യൻ പ്രസിഡൻറ്റ് ശ്രീമതി ദ്രൗപദി മുർമു വന്നപ്പോൾ പ്രസിഡൻറ്റിനോട് പറഞ്ഞു, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാജ്ഭവൻ്റെ ജനങ്ങളുടേതായ ഒരു സിമ്പൽ, രാജ്ഭവൻ്റെ ഒരു താക്കോലുണ്ടാക്കി. ആ താക്കോൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് എൻ്റെ സഹപ്രവർത്തക മമതാ ബാനർജി കൈമാറിക്കൊണ്ടാണ് ജൻ രാജ്ഭവനായി പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് അവിടെ ജനങ്ങൾക്ക് കയറാം, ഗവർണറെ കാണാം, പാതിരായ്ക്ക് വരെ കാണാം. അവിടെ ഒരു നവതലമുറയ്ക്ക് എപ്പോൾ ഗവർണറെ കാണണം, വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് ഒരു ഇമെയിൽ അയച്ചാൽ മതി, 12 മണിക്കൂറിനകം കാണും. ആമിനെ സാമിനെ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ പീസ് റൂം തുറന്നു.
ആർക്കും ഗവർണർക്ക് വേണ്ടി പെറ്റീഷൻ അയക്കാം, പരാതികൾ അയക്കാം, സഹായം ആവശ്യപ്പെടാം. പെട്ടെന്ന് അതിന് തീരുമാനങ്ങളെടുക്കും. എനിക്കൊന്ന് രാത്രിയിൽ പോലും ആൾക്കാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അനുഭവം ഉണ്ടെന്നു അല്ലേ? ഒരിക്കൽ വോൾ ക്ലോക്കിൽ 12:50 പാതിരായിക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീടിന് ചുറ്റും റൗഡികളാണ്, ബോംബെറിയും, എന്നെ കൊല്ലും. ഞാൻ DGP വിളിച്ച് പറഞ്ഞു, അന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുണ്ട്, ഉടൻ തന്നെ നടപടിയെടുക്കണം, 15 മിനിറ്റിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം. അവർ പോയി ചെന്നു, അക്രമങ്ങളെ ഓടിച്ചു വിട്ടു. പിറ്റേന്ന് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഭാര്യയും കുഞ്ഞും, സാർ ഇന്നലെ പാതിരായിക്ക് അങ്ങ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ തല കാണില്ലായിരുന്നെങ്കിൽ. അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഉടനടി ആശ്വാസം എത്തിക്കാൻ പറ്റും. പോലീസിനെ മുഴുവൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാർ മനുഷ്യരാണ്, അവരെ മനുഷ്യത്വത്തോടുകൂടി പെരുമാറണം. എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും പ്രത്യേകമായൊരു ഘട്ടത്തിൽ പോലീസിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടാൽ ഗവർണർ എന്ന നിലയ്ക്ക് അവരത് ചെയ്തിട്ടുണ്ട്. ബംഗാളിൻ്റേതൊരു റിച്ച് കൾച്ചറാണ്, ഭയങ്കരമായ സാഹിത്യമാണെങ്കിലും എല്ലാം, സംഗീതം അടക്കമുള്ളതിൽ. അങ്ങ് ഒരു എഴുത്തുകാരനാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 70ഓളം പുസ്തകങ്ങൾ ഇതിനോടകം രചിച്ച് കഴിഞ്ഞു. എന്താണ് അവിടെ അതിന് ഇപ്പം പുതിയ പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള സാവകാശമൊക്കെ കിട്ടുന്നുണ്ട്? എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ? ഞാൻ ഗവർണറായി പോയപ്പോൾ പലരും പറഞ്ഞത് ഇനി എഴുതാൻ സമയം കിട്ടില്ല എന്നാണ്. ഇപ്പോഴെനിക്ക് തോന്നുന്നു എഴുതാൻ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ഇപ്പോഴാണ്. കാരണം ഞാൻ 4 മണിക്ക് എഴുതുമെങ്കിൽ രാവിലെ ഒരു 7 മണി വരെ ഓഫീസിൽ ആരും വരില്ല. ആ 3 മണിക്കൂർ എന്ത് ചെയ്യും? എഴുതുകയാണ്. കൈകൊണ്ടല്ല, ടെലിഫോൺ ഓൺ ചെയ്ത് അതിലേക്ക് റെക്കോർഡ് ചെയ്യും. അത് ടൈപ്പ് ചെയ്ത് തരാൻ 3-4 ആളുകൾ ഉണ്ട്. അത് കറക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ പ്രമുഖ എഴുത്തുകാരനും ഗാന്ധിയനുമായ അജിത് വെണ്ണിയൂർ അവിടുത്തെ പ്രസിദ്ധീകരണ പബ്ലിക് റിലേഷൻസ് കമ്മ്യൂണിക്കേഷൻ വിങ്ങിൻ്റെ ചെയർമാനായിട്ട് വന്നു. അദ്ദേഹം തന്നെ ഒരു എഴുത്തുകാരനാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഗതികൾ അജിത്ത് എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എഡിറ്റ് ചെയ്യിക്കും. ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു വർഷത്തിനകം 7 പുസ്തകങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. 3 പുസ്തകങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഉർവശി ശാപം ഉപകാരപ്രദം എന്ന് പറഞ്ഞതുപോലെ ഗവർണറായിരിക്കുമ്പോൾ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. പക്ഷേ 7 മണി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത തിരക്കാണ്. ഇപ്പോൾ ജനകീയനായ കളക്ടറായിരുന്നു കൊല്ലത്തിരിക്കുമ്പോൾ. അന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അന്ന് താങ്കൾ ആവിഷ്കരിച്ച പദ്ധതികളാണ് വയലിൽ നിന്ന് വയലിലേക്ക്, അതുപോലെ പാർപ്പിട നിർമ്മാണത്തിൽ പിന്നെ നിർമ്മിതി കേന്ദ്രമായി മാറി. ഇത്തരം നൂതനമായ ആശയങ്ങൾ ഒരുപാട് നടപ്പിലാക്കിയ ഒരു അന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഇപ്പോൾ ഗവർണറാകുമ്പോൾ ഈ ബംഗാളിൻ്റെ ഈ വികസനത്തിൽ അല്ലെ ടൂറിസം അത്തരം കാര്യങ്ങളിലൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആശയങ്ങൾ പങ്കുവയ്ക്കുക മാത്രമല്ല, പലതും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ചാർജ് എടുത്ത സമയത്ത് തന്നെ രാജ്ഭവൻ ഷുഡ് ബി എ നോ കോൺഫ്ലിക്റ്റ് സോൺ. ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് കലയ്ക്കാണ്, കലാ സാഹിത്യം. അതുപോലെ കലാക്രാന്തി എന്നൊരു മിഷൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കലാ സാഹിത്യം പൈതൃകം ഇത് പ്രോത്സാഹിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ബംഗാൾ കേരള കൾച്ചർ ട്രെയിൽ തുടങ്ങി. ഇന്നലെ കേരളത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബംഗാൾ മഹോത്സവം തുടങ്ങി. അവിടെ നിന്നുള്ള 40 പ്രമുഖ കലാകാരന്മാരെ ഇങ്ങോട്ട് അയച്ചു. ഇവിടെ നിന്നുള്ളവരും അവിടെ നിന്നുള്ളവരും ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കേരളത്തിലെ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. കൾച്ചറൽ എക്സ്ചേഞ്ച് മാത്രമല്ല, ഒരു കേരളത്തിൽ നിന്നുള്ള 6 പേർക്ക് അവാർഡ് കൊടുത്തു, ബംഗാളിൽ നിന്നുള്ളവർക്കും കൊടുക്കും. അങ്ങനെ സംസ്ഥാനങ്ങൾ തമ്മിൽ അതുപോലെ സർവകലാശാലകൾ തമ്മിൽ പരസ്പരം സഹകരിച്ച് കലയെ, സാഹിത്യത്തെ, പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുക. അതുദ്ദേശമുള്ളതാണ് കലാക്രാന്തി. അതുപോലെ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് അരാഷ്ട്രീയമായ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ജനങ്ങളെ പറയുക. അതാണിപ്പം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. സാഹിത്യത്തോടൊപ്പം തന്നെ സിനിമയ്ക്കും എല്ലാം കല എന്ന് പറയുമ്പോൾ സിനിമയും, നൃത്തം, സംഗീതം, ചിത്രരചന, ശില്പരചന, സിനിമ, നാടകം എല്ലാം ഉൾപ്പെടുന്നതാണ്. കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങ് കെ കരുണാകരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമായിട്ടുള്ള ഒരു അടുപ്പം ഇപ്പോൾ എങ്ങനെ ഓർക്കുന്നത്? ഞാൻ ശ്രീ കെ കരുണാകരൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി. അതെ, അദ്ദേഹം വളരെ നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം ഇന്നാരോ പറഞ്ഞു കേട്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മന്ത്രി അന്ന് ഞാൻ കൊടുക്കുന്നതെല്ലാം അതുപടി ഒപ്പിടുമായിരുന്നു. അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സെക്രട്ടറിയുടെ പിന്തുണ ഇല്ലാതെ
ഫയൽ നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷേ എന്നെ ഏൽപ്പിച്ച ജോലി, ഏത് ജോലി ഏൽപ്പിച്ചാലും ഞാൻ ഇന്നും ചെയ്യുന്നതാണ്, പൂർണ്ണമായ ഇൻവോൾവ്മെൻ്റ് അതിൽ കൊടുക്കും. അന്നും ഞാൻ ഓർക്കുന്നു, വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും, ഓരോ ഫയലും വായിച്ച് പഠിച്ച് അദ്ദേഹം വരുമ്പോഴേക്കും അതിനുള്ള ഫയൽ എന്തെഴുതണം എന്നുള്ളതിൻ്റെ കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുക്കും. അത് അദ്ദേഹം വായിക്കും. മിക്ക 99.9% ഒപ്പിട്ട് തരും. പക്ഷേ ഞാനാണ് ചെയ്തത് ഞാൻ ഒരിക്കലും പറയാറില്ല. പിന്നണിയിൽ നിന്ന് സഹായിക്കുക എന്നല്ലാതെ മുന്നണിയിൽ വരുന്ന ശൈലി എനിക്കില്ല, ഇന്നുമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഭരണാധികാരി ആയിരുന്നില്ലേ? അതെ, ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്. കരുണാകരനിൽ കണ്ട വ്യത്യാസം എന്തായിരുന്നു? ഇതാണ് വേഗത്തിൽ. കരുണാകരനോട് ബഹുമാനം തോന്നും, നായനാരോട് സ്നേഹം തോന്നും. അതാണ് വ്യത്യാസം. ഞാൻ ജോലി ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിമാർ, അവരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രിമാർ, ഓരോരുത്തർക്കും ഓരോ ഗുണമുണ്ട്. രാഷ്ട്രീയമായിട്ട് അവരെ പ്രതിയോഗികൾ തള്ളിപ്പറഞ്ഞാലും ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് പല നന്മകളുണ്ട്, ധാരാളം നന്മകളുണ്ട്. അവർ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിഷ്പക്ഷമായി നോക്കിക്കണ്ട ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് ഞാൻ പറയുകയാണ്. ഓരോരുത്തരും അവനവൻ്റേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. കരുണാകരൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു. നായനാർ സ്വന്തമായിട്ടല്ല തീരുമാനം എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ ചെയ്യുള്ളൂ. പക്ഷേ തിക്തമായ തീരുമാനങ്ങൾ എടുത്താലും അത് ഹൃദ്യമായി അവതരിപ്പിക്കാൻ നായനാർക്ക് കഴിയുമായിരുന്നു. കേരളത്തിൽ കെ കരുണാകരൻ ഇനിയും ഉചിതമായിട്ടൊരു സ്മാരകം ഉണ്ടായിട്ടില്ല. കെ കരുണാകരൻ ഉചിതമായ സ്മാരകമാണല്ലോ ഇപ്പോഴും എല്ലാവരും എപ്പോഴും കരുണാകരൻ്റെ കാര്യം പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ ഇവരൊക്കെ ജീവിക്കുന്നു. നായനാരും ജീവിക്കുന്നു, ഉമ്മൻചാണ്ടി ജീവിക്കുന്നു. ഈ ശാശ്വതമായ സ്മാരകം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്, ജനങ്ങളുടെ മനസ്സിൽ. അതായത് സീസർ ദ ഡെഡ് ഈസ് മൈറ്റിയർ ദാൻ സീസർ ദ ലൈവ് എന്ന് പറയാറുണ്ട്. ഒരു നല്ല നേതാവാണെങ്കിൽ ആ നേതാവ് ലൈക്ക് സീസർ ദ ഡെഡ് ഈസ് മൈറ്റിയർ എന്ന് പറയുമ്പോൾ മരണാനന്തരം ജനങ്ങളുടെ മനസ്സിൽ അവർ ജീവിക്കും. അതാണ് വലിയ സ്മാരകം എന്നാണ് ഞാൻ കരുതുന്നത്. പ്രധാനമന്ത്രി ശ്രീ മോദിയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടല്ലോ, എന്താണ് അഭിപ്രായം? ഞാൻ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ എനിക്ക് ഏറ്റവും യോഗ്യനെന്ന് തോന്നിയത് ശ്രീ നരേന്ദ്രമോദിയാണ്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യും, ചെയ്യാവുന്ന കാര്യങ്ങളെ പറയൂ. പിന്നെ വിമർശനത്തെ പേടിക്കുന്നില്ല. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ രാജ്യത്തിന് നന്ന് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഇത് വിമർശിക്കപ്പെടും എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല എന്ന്. പിന്നൊന്ന്, അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ചോ ഗൗരവമായ അഴിമതി ആരോപണങ്ങൾ പോലും വന്നിട്ടില്ല. പല നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. പലരെയും കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് പറയുകയാണ്, ഈ രാജ്യത്തിന് നന്മ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഈ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഈ രാജ്യം ശക്തമാണ്, ഈ രാജ്യം ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുകയും ഇത് ശക്തമാണ്, ശ്രേഷ്ഠമാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ലോകത്തെ കണ്ട് അംഗീകരിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് ഞാൻ കാണുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷണൽ ഗവൺമെൻറ്. അതാണ് ഇന്ത്യ എന്താണ് എന്ന് ലോകത്തിന് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പം ജീവിതത്തിലേക്ക് വരുമ്പോൾ വിടാതെ പിന്തുടരുന്ന വേദനയാണ് മകൾ നന്ദിത. ആ ഓർമ്മകൾ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും അവൾ ക്യാൻസർ വന്നാണ് ഞങ്ങളെ വിട്ടുപോയത്. ക്യാൻസർ വന്ന രോഗികളെ സഹായിക്കാൻ ഒരു വലിയ പദ്ധതി മകളുടെ പേരിൽ തുടങ്ങിയിട്ടുണ്ട്. നിർധനരായവർക്ക് ധനസഹായം കൊടുക്കുക, വിദേശത്തുനിന്ന് വില കൂടിയ മരുന്ന്, ലൈഫ് സേവിങ് ഡ്രഗ്സ് ആവശ്യമായി വന്നാൽ അതിനുള്ള സഹായം കൊടുക്കുക. അത് അവളുടെ പേരിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. അധികം താമസിയാതെ അത് ലോഞ്ച് ചെയ്യും. അതിൻ്റെ സകലവിധ സംവിധാനങ്ങളും ആയിക്കഴിഞ്ഞു. അത് എൻ്റെ മോൾക്ക് അവളുടെ പേരിൽ അർപ്പിക്കുന്ന ഇറ്റ്സ് എ റെക്വിയം ഫോർ ഹർ. കേരളത്തിലും തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും. ഞാൻ സാധാരണ ചെയ്യുന്ന കലയിലായാലും മറ്റു ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും ഒരു 70% ബംഗാളിൽ ആയിരിക്കും. കാരണം ഞാൻ അവിടുത്തെ ഗവർണറാണ്. ഒരു 30% കേരളത്തിലായിരിക്കും.
ബംഗാളിലിരിക്കുമ്പോഴും മനസ്സ് കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് കേരളത്തിൽ തന്നെയാണ്. കാരണം ഈ ആമ എവിടെ പോയാലും അതിൻ്റെ വീട് കൊണ്ടുപോകും എന്ന് പറയുമല്ലോ മുതുകത്ത് എന്ന് പറഞ്ഞ പോലെ ഒരു പച്ച മലയാളിയായി ഞാൻ എവിടെ പോയാലും മലയാളിത്തം കൂടെ കൊണ്ടുപോകും. എനിക്ക് എൻ്റെ നാട് മാമലകൾക്കപ്പുറത്ത് മരതൊക്കെ പച്ച പൊട്ടെടുത്ത മലയാളം എന്ന നാടുണ്ടെന്നോ കവി പാടിയത് അതെൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അത് എനിക്കെല്ലാം കേരളമയമാണ്. ആ മലയാളിത്തം, മലയാണ്മ അത് വിട്ടിട്ട് ഒരു കളി എനിക്ക് വേണ്ട. ഇപ്പോൾ കേരളത്തിൽ പഠിച്ച് വളർന്ന് സിവിൽ സർവീസ് നേടിയ ഉദ്യോഗസ്ഥനായിരുന്നു സാറ്. ഇപ്പം കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പലരും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ വേണ്ടത്ര അവസരങ്ങളില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുമുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വെറും വിമർശനങ്ങൾ മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നല്ല അധ്യാപകരുണ്ട്, നല്ല വിദ്യാർത്ഥികളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്നത്? അത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, ഇന്ന ഗവൺമെൻറ് എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ നയപരിപാടികൾ അതിനനുസൃതമായി വേണം ഉണ്ടാക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ പഠിപ്പിച്ച് ഇവിടെ തന്നെ വലുതാക്കാൻ നമുക്ക് കഴിയും. ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവണം. അത് വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ വളരെ നാൾ വർത്തിച്ച ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷൻ്റെ ചുമതല ഉണ്ടായിരുന്നു, ഒരു വൈസ് ചാൻസലറായിരുന്നു, അതുപോലെ അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാനായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള പരിചയം കൊണ്ട് പറയുകയാണ്, നമുക്ക് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ് ആയി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ഏതെങ്കിലും പ്രത്യേക ഗവൺമെൻറ്റിനെ പറയുക, എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഒന്നിച്ചു നിന്ന് നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം, അതിൽ നിന്ന് രാഷ്ട്രീയത്തെ ഒഴിവാക്കണം എന്നൊരു തീരുമാനമെടുത്താൽ കേരള വിൽ ബിക്കം ദി ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്. സംശയമില്ല. ഇപ്പോൾ ഈ ബജറ്റിൽ വിദേശ സർവകലാശാലകൾ വരട്ടെ എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം അല്ലേ? കേരള ഗവൺമെൻറ്റിൻ്റെ പോളിസിയെക്കുറിച്ച് പറയാൻ ബംഗാൾ ഗവർണർ തുനിയുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇനിയിപ്പോൾ ബംഗാളിലേക്ക് ഇപ്പം പോകുമ്പോഴിപ്പം ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലെത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ വയലൻസ് കൂടും, വലിയ ഉത്തരവാദിത്തങ്ങളായിരിക്കും. എന്താണ് ഒരു ലക്ഷ്യം? എന്താണ് ഈ വയലൻസ് ഇല്ലാതൊരു തെരഞ്ഞെടുപ്പ് അവിടെ വരിക എന്നുള്ളതായിരിക്കത്തില്ലേ? അക്രമത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കും. ഞാൻ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരിക്കും, ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. എന്ത് വില കൊടുത്തും അക്രമത്തെ തച്ചുടയ്ക്കുക തന്നെ ചെയ്യും. സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലേ? അതെ. വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഈ വലിയ പദവികളാണ് അങ്ങേ തേടിയെത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഉപദേഷ്ടാവായിട്ടും എല്ലാം വലിയ അവസരങ്ങൾ അങ്ങേക്ക് കിട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ആരോടാണ് കടപ്പാട്? എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം കവി ചോദിച്ചതുപോലെ നന്ദി ആരോട് ഞാൻ ചൊല്ലുകൊണ്ടു? ആദ്യമായി ഈശ്വരന് നന്ദി പറയുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു, എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് നന്ദി പറയുന്നു, എന്നെ വളർത്തിയ പൊതുസമൂഹത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഈ പദവികൾ പത്രാസ് കാട്ടാനുള്ളൊരു വേദിയല്ല, ഒരു മീഡിയമല്ല. ഞാൻ പദവിയെ കാണുന്നത് സമൂഹത്തെ ഒരിഞ്ചെങ്കിലും മുൻപോട്ട് നീക്കാൻ കഴിയുന്ന ഒരു ഉപാധി എന്ന നിലയിലാണ്, അല്ലാതെ അതിന് ഗ്ലാമർ ആൻഡ് ഗ്ലോറി അല്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പദവി യൂസ് ഇറ്റ് ആസ് എ ടൂൾ. മനുഷ്യർക്ക് പ്രയോജനം ചെയ്യണം. എൻ്റെ മുത്തശ്ശി പറയുമായിരുന്നു, ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുക, അതിൻ്റെ ഗുണം നിൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞ്. ഇപ്പോഴും ഞാൻ അതിൽ വിശ്വസിക്കുന്നതാണ്. മനുഷ്യന് നന്മ ചെയ്യാനുള്ളൊരു ഉപാധിയായിട്ട് മാത്രമേ പദവിയെ കാണാവൂ. അതിലെനിക്ക് സംതൃപ്തിയുണ്ട്. പലർക്കും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ചെയ്യുന്നു. അത് അങ്ങനെ ഒരു അവസരമാണ് ഈ പദവികൾ നൽകുന്നത് എന്ന് ഞാൻ കാണുന്നു. പദവി ഒരിക്കലും നമ്മെ ഭരിക്കാൻ ശ്രമിക്കരുത്. പദവിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഈശ്വരവിശ്വാസമുണ്ടെങ്കിൽ, ജനങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ പദവിയൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അനുഭവത്തിൽ നിന്ന് പറയാം. യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? യുവതലമുറയിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. എൻ്റെ തലമുറ അവർ പിന്തുടർന്നു വരുന്ന പല ചിന്താധാരകളും ശരിയല്ല. നമുക്ക് ഈ ലോകത്തെ പിടിച്ചടക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കതുണ്ട്. ന്യൂ ജനറേഷൻ, നവതലമുറ. ഈ നവതലമുറ
അവരൊന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അവരെല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ഒറ്റ ക്ലിക്കിന് അവരൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിന് മാറ്റിമറിക്കാൻ അവർക്ക് കഴിയും. മുല്ലപ്പൂ വിപ്ലവം മറക്കണ്ട. ആരായിരുന്നു നേതാക്കൾ? ഒരു നേതാവുമില്ല, കുഞ്ഞുങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അവരെല്ലാം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളം, ബംഗാൾ പുതിയ തലമുറ ഏൽപ്പിച്ചാൽ, എൻ്റെ ഭാവനയിൽ ഞാൻ കാണുന്നത് 30 വയസ്സിൽ താഴെയുള്ള മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതിൽ താഴെയുള്ള മന്ത്രിമാരും അതിൽ തന്നെ ഒരു 51% പെൺകുട്ടികളുമാണെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടും, സമൂഹം രക്ഷപ്പെടും. ഇന്ത്യയുടെ ഭാവി അവരുടെ നവതലമുറയിലാണ്. ആ നവതലമുറയിൽ എനിക്ക് അതിയായ വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു കാലം വരട്ടെ. എല്ലാ ആശംസകളും.